ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യമായി ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു അരമുറി സവോള അരിഞ്ഞതും 5 വെളുത്തുള്ളി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊത്തിരി ഇങ്ങനെ മൂത്ത് പോകണ്ട. നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇട്ട് ഇത് വേവിക്കുന്നത് കൊണ്ട് നമുക്കിത് ഒത്തിരി നേരം മൂപ്പിക്കണം എന്നില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 കാശ്മീരി ചില്ലി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് പച്ചമുളക് ഇടുന്നില്ല. കാശ്മീരി ചില്ലിയും കുരുമുളക് പൊടിയാണ് നമ്മളുടെ എരിവിനുള്ളത്. അന്നേരം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി എരിവില്ല, എന്നൊട്ട് എരിവുണ്ട് താനും. അത്രയാണ്. ഇപ്പോൾ എരിവ് കുറച്ച് അധികം വേണ്ടവർക്ക് ഇത് മുളകിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയേ. അതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ആ മുളകിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറി ഒന്ന് മൂത്ത് വരണേ. അന്നേരം നമ്മൾ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമുറി സവോളയും 2 ക്യാരറ്റും ഒരു വലിയ ബീട്രൂട്ടും അരിഞ്ഞതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയതിന് ശേഷം, ഇത് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്തവർ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.